ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എലൈറ്റ് ഓട്സിൻ്റെ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ 200 ഗ്രാം കൊള്ളുന്ന ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില. ഇത് പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല, ഇത് കാന്താരി മുളക് പഴുത്തതിനെ ഉണക്കിയിട്ട് അത് ഫ്ലേക്കാക്കി എടുത്തതാണ്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കി. ഇത് നിങ്ങളുടെ വീട്ടിൽ കാന്താരിയിൽ ധാരാളം പഴുത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലരും അതിനെ കളയാറുണ്ട്. അതിനെ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിതവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗോൾഡ് വിന്നർ എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഓട്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഓട്സ്. എപ്പോഴും നമ്മൾ ഗോതമ്പത്തിൻ്റെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. ഓട്സ് തന്നെ നമുക്ക് കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ദിവസം കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സന്ദർഭത്തിൽ ഇതുപോലുള്ള ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കിയാൽ അത് നമുക്ക് 2 നേരത്തേക്കും കൂടി ഉണ്ടാക്കി വെച്ചാൽ കൂടി കേടൊന്നും വരില്ല. രാവിലേക്കും വൈകുന്നേരത്തും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാലും നല്ലതായിരിക്കും. കടുകിതാ പൊട്ടി വരുന്നുണ്ട്. ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും സവോള അരിഞ്ഞതെല്ലാം ഒരുമിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇറക്കി വെക്കാം. ഒരു വീതം വാടിയാൽ മതി. 1 വീതം വാടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കുന്ന ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാം. ഓട്സ് വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഉപ്പിട്ട് വെച്ച വെള്ളം, പച്ചവെള്ളം തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി ലേശം ഒന്ന് ഫ്രൈ ആകണം. ഒരുപാട് വറുത്ത് പോയാലും അതിൻ്റെ മണവും സ്വാദും വ്യത്യാസം വരും. ഇത് ഒരു ലേശം ഒന്ന് ഫ്രൈ ആവട്ടെ. ഓട്സ് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളം കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് അതിലെടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല, 1/4 ഗ്ലാസ് ഒഴിച്ചു. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ജസ്റ്റ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. 1 സെക്കൻഡ് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉപ്മാവ് കറക്റ്റായിട്ട് വേവായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും അടച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചല്ലോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് അപ്പോഴേക്കും തുറക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. പിന്നെ നാളികേരം ഞാൻ 1 ടീസ്പൂൺ നാളികേരം നേരത്തെ പറഞ്ഞില്ല, അത് ചിരകാൻ പറ്റിയില്ല. ചിരട്ടയിൽ നിന്ന് വേറിട്ട് വന്നപ്പോൾ മിക്സിയിൽ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. നാളികേരം മസ്റ്റൊന്നുമല്ല, ആവശ്യമെങ്കിൽ മാത്രം
ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അതിട്ടൊന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അവസാനം ഞാൻ ഓൾഡ് വിന്നർ എണ്ണയിലാണ് ആദ്യം ഉണ്ടാക്കിയതെങ്കിൽ അവസാനം ഒരു ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഉള്ളിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ അതൊരു ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ നിലക്കടല ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിതത്തിലുണ്ടെങ്കിൽ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മുടെ ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഗ്യാസ് ഓഫാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.